ഒരുവിധം സ്റ്റെപ്പ് ബാക്കിയുള്ള പരാജയം മൈക്ക് പിടിച്ചു കൊടുക്കോ? ഞാൻ ഇന്നലെ പോലും ചിത്രം കണ്ടു. അതിലെ ക്യാമറക്ക് അടിക്കുമ്പോ തന്നെ ക്യാമറയിൽ ഫ്ലാഷ് അടിക്കണം. ഇപ്പോഴും എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് തേകയല്ല. അതിപ്പോഴും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കും ഏത് ജനറേഷൻ ഫ്ലാഷ് അടിക്കുന്ന സംഭവം കഴിഞ്ഞപ്പോൾ ആ ടൈം നിർത്താതെ എങ്ങനെ എഴുതാനാ അടി എനിക്ക് അടി കിട്ടുന്നതും ഫ്ലാഷ് ഒരേ സെക്കൻഡില്ല. ഒരുപാട് മെമ്മറീസ് അത് ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് സാർ. സരോജ് കുമാർ ഉണ്ടല്ലോ, സരോജ് കുമാർ ചിരിക്കാനായിട്ട് സരോജ് കുമാർ ഉണ്ട്. സാർ ലാസ്റ്റ് ഞാൻ പ്രകാശൻ, അതിപ്പം എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു കഥയും. ഇനിയിപ്പം ഞാനൊരു പ്രകാശനാണെന്ന് വേണമെങ്കിൽ പറയാം ഇടക്കിടക്ക്. അത് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. അത് കഥ ഞാൻ ആലോചിച്ചത് പിന്നെ ഒരു യഥാർത്ഥ മലയാളിയുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ കുറെ ആളുകൾ കുറച്ചും കൂടി എലിമെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരാൾ വേറെ നാട്ടിൽ നിന്ന് ഒരാൾ വഴിയെ വെച്ചാൽ വഴിയെ തെറ്റായ വഴി പറഞ്ഞില്ല. അതൊക്കെ ഒരു മലയാളി ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് സാറിന്റെ ക്യാരക്ടറും സാറ് വീട്ടിലെ പോലീസ് പിടിച്ച് നിൽക്കുമ്പോൾ